അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓഫീസിൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. ഒരു കുഞ്ഞു മഴ ഇപ്പോൾ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മുത്തപ്പൻ മല വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നിട്ടില്ല. ബൈക്കും എടുത്തിട്ട് അങ്ങനെ നേരെ വിട്ടു. കള്ളാറിൽ നിന്നും നേരെ ചെറിയ കള്ളാറിലേക്ക് എത്തി. ഇവിടെ നമ്മുടെ മിഥിലാപുരിയുടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് അടോട്ടുകയയിലേക്കാണ്. അടോട്ടുകയയിൽ നിന്നും നേരെ മുത്തപ്പൻ മല. അതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഈ റൂട്ട് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. കള്ളാറിൽ നിന്നും നീലിമല പെരിങ്കയ വഴി നേരെ മുത്തപ്പൻമലയിലേക്ക് പോകാം കേട്ടോ. പക്ഷേ ആ റോഡ് ഒരു നല്ല റോഡല്ല, അധികം വീതിയൊന്നും ഇല്ലാത്ത റോഡാണ്. പക്ഷേ അധികം കാഴ്ചകളും കാണാനൊന്നുമില്ല കേട്ടോ ആ റോഡിലൂടെ പോയാൽ. പക്ഷേ നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡിലൂടെ പോയാൽ ഇവിടെ നിന്നും മുത്തപ്പൻ മല വരെ നല്ല അടിപൊളി കാഴ്ചകളാണ്. സൈഡിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല മലനിരകൾ ഇങ്ങനെ അങ്ങോളം മുത്തപ്പൻ മല വരെ നമുക്ക് നല്ല മലനിരകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം കേട്ടോ. നമ്മൾ മീഡിയ 14 ചാനലിൻ്റെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞതാണ്, വാർത്തകൾ മാത്രമല്ല അതുപോലെ തന്നെ മത്സരങ്ങളുണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, ഇതുപോലെയുള്ള ട്രാവൽ വീഡിയോസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊന്നും ഇടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഫ്രീ ആയിട്ടുള്ള കുറച്ച് സമയം കിട്ടിയപ്പോൾ ഏറ്റവും അടുത്തുള്ള ഓഫീസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. മുത്തപ്പൻമല എന്ന് പറയുന്നത് ഈ മഴക്കാലത്തൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ മൂടി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. മുത്തപ്പൻമലയിൽ ഈ മഴക്കാലത്ത് മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ അവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ നമ്മൾ അടോട്ടുകയ ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വഴിനീളെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. മലയോടത്തിൻ്റെ അഹങ്കാരമായ മലനിരകൾ റോഡിൻ്റെ രണ്ട് ഭാഗത്തും തല ഉയർത്തി നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല മലനിരകളും കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും പല ഭാഗങ്ങളിലും കോടമഞ്ഞിങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മൾ അടോട്ടുകയ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ടൗണാണ്. 2-3 കടകളും ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡും ഒരു തട്ടുകടയും ഒക്കെ അടങ്ങിയ ഒരു കൊച്ചു ടൗണാണ് അടോട്ടുകയ. ഇനി നമ്മൾ നേരെ പോകുന്നത് മുത്തപ്പൻമലയിലേക്കാണ്. ഇവിടെയും ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നീലിമലയുടെ മറ്റൊരു ഭാഗമാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അടോട്ടുകയ അയ്യപ്പ ഭജന മന്ദിരമൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ചെറിയൊരു കയറ്റമൊക്കെ ഉണ്ട്. ഈ കയറ്റം അങ്ങോട്ട് കയറി പോയാൽ പിന്നെ നല്ല അടിപൊളി കാഴ്ചകൾ പിന്നെയും കാണാനുണ്ട്. പോകുന്ന വഴിയിലൊരു പട്ടി റോഡിലുണ്ട്. നേരെ നമ്മുടെ ബൈക്കിൻ്റെ നേരെ വന്നു. ഒരു കടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ആൾ വേറെ ഏതോ വഴിക്ക് പോയി. ഞാൻ നേരത്തെ 2 വഴികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളാറിൽ നിന്ന് മുത്തപ്പൻമലയിലേക്ക് വരാൻ ഉള്ളത്. ഈ വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ വഴിയാണ് ഞാൻ പറഞ്ഞ കള്ളാറിൽ നിന്നും നീലിമല വഴി മുത്തപ്പൻമലയിലേക്ക് പോകാനുള്ള ആ ഒരു വഴി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 സൈഡിലും എന്തോ ഒരു കാട് പിടിച്ചിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും ഈ ഒരു കാട് കുറേ കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ അത് കാണാൻ ഒരു രസോലമുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന മുത്തപ്പൻമലയുടെ ദൂരെ നിന്നുള്ള ഒരു കാഴ്ച ഇപ്പം നമുക്ക് കാണാം. ഈ ഒരു വളവ് തിരിഞ്ഞാൽ ദൂരെ കാണുന്ന ആ മലയുടെ മുകളിലാണ് ശ്രീ മുത്തപ്പൻമല മടപ്പുര. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ദൂരെ ഒരു പൊട്ടുപോലെ ആ ഒരു ദേവസ്ഥാനം നമുക്ക് കാണാം. കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതും. 2 സൈഡിലും മലനിരകളാണ്. അതിനപ്പുറമാണ് നല്ല കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്. കൂടെ ഈ കോടമഞ്ഞിൻ്റെ സൗന്ദര്യം കൂടി ആകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. മൊത്തത്തിൽ പൊളിയാണ്. അങ്ങനെ മുത്തപ്പൻമല ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ടൗണാണ്. 2-3 കടകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ ആകെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാഴ്ച, അത് നല്ലൊരു രസമാണ് കാണാൻ. ഇവിടെ നിന്നും ഇടത് ഭാഗത്തേക്കുള്ള റോഡിലൂടെ, അതൊരു കുഞ്ഞു റോഡാണ്. ഈ ഒരു റോഡിലൂടെ 100 മീറ്റർ കൂടി മാത്രം പോയാൽ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും. ഈ കുഞ്ഞു റോഡിലേക്ക് കയറിയപ്പോൾ മുതൽ കോടമഞ്ഞ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പോകുന്ന റോഡിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് മുത്തപ്പൻമല മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. നല്ല കോടമഞ്ഞുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പാണ് ഈ ഭാഗത്ത്. ചെറുതായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു വൈബാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ. അങ്ങനെ നമ്മൾ മുത്തപ്പൻമലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോടമഞ്ഞിന് കുറച്ചൊരു കുറവുണ്ട്. ഇവിടെ ഒരു ഭണ്ണാരമുണ്ട്. അതുപോലെ തന്നെ ഒരു ബോർഡുണ്ട്, ശ്രീ മുത്തപ്പൻ ശരണം. പാദരക്ഷകൾ ഇവിടെ അഴിച്ചു വയ്ക്കുക, പുല ബാലായ്മ ഉള്ളവർ തിരുമുറ്റത്ത് പ്രവേശിക്കരുത്, പുകവലി പാടില്ല. അങ്ങനെയുള്ള ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ആചാരമര്യാദകളൊക്കെ പാലിക്കേണ്ട തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ വന്നപ്പോഴൊന്നും കാണാത്ത ഒരു തരത്തിലുള്ള ഒരു പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. നോക്കിയേ, എന്ത് രസം നോക്കി കാണാൻ. കുറേ പൂക്കളിങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഉണ്ട്. ഇതുവരെ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. ഇഷ്ടംപോലെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒപ്പം കോടമഞ്ഞ്, തണുപ്പ്, നല്ല ചെറുങ്ങനെയുള്ള മഴ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്.
നല്ല അടിപൊളിയാണ് കേട്ടോ ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ പേരറിയില്ല. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം കൊണ്ട് വന്നിട്ടുണ്ട്, മഴക്കാലത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഞാനിവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വെള്ളപ്പൂക്കൾ, ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, ഇഷ്ടംപോലെയുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ വരെ മാത്രമേ നമുക്ക് പാദരക്ഷ ഉപയോഗിച്ച് പോകാൻ പറ്റൂ. ഇതിനപ്പുറം പാദരക്ഷ അനുവദനീയമല്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ ഉരുവെക്കുകയാണ്. ഉരുവെച്ചതിന് ശേഷം നേരെ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറുന്നതോറും നമുക്ക് മുത്തോമലയുടെ ആ ഒരു ഭംഗി നമുക്ക് കൂടുതൽ ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കോടമഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇനി ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചാൽ നോക്കി നല്ല അടിപൊളിയാണ് കാണാൻ. നല്ല കോടമഞ്ഞ് ഈ മലയിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് കയറിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കോടമഞ്ഞ് ഇങ്ങനെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ക്യാമറയിൽ അത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല, ക്യാമറയിൽ കാണുന്നില്ല. അത് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നതാണ്. കണ്ട താഴെ ഇതൊക്കെ ഫുള്ള് മലയാണ്, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ചെറുതായിട്ട് മാത്രമേ നമുക്ക് മല കാണുന്നുള്ളൂ. ബാക്കി മൊത്തം ഈ കോടമഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ഒരു വേറെ തന്നെ വൈബാണ് കേട്ടോ. ഒരു ദേവസ്ഥാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. അതവിടെ ഒരു തെയ്യത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെയും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാണ് മുത്തോമല പ്രധാനപ്പെട്ട ദേവസ്ഥാനം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ തൊഴുതിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ എടുക്കാം. ഉണ്ട് ഇപ്പം മലകളൊക്കെ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട്. ആ താഴെ കൂടി റോഡ് കണ്ട, ആ റോഡിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് വന്നത്. ഇത് നേരെ കള്ളാറിലേക്കുള്ള റോഡാണ്. അടൂട്ടിയ പോയിട്ട് അവിടെ നിന്ന് കള്ളാറിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരാം. എന്ത് രസം നോക്കി. നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ മലയൊന്നും കാണുന്നുണ്ടായിട്ട. അങ്ങറ്റത്ത് നോക്കിയാൽ ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഒരു മലയുടെ മുകളിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ആ കാഴ്ച നമുക്കൊന്ന് കാണാം. കുറച്ച് നേരത്തെ നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് പടി കയറി വരുമ്പോൾ ഈ മലകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൂടെ തന്നെ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. തൊട്ട് താഴെ നമ്മൾ വന്ന റോഡ് കൂടി കാണാം. ഇവിടെ മാത്രമാണ് മല കാണാൻ പറ്റുന്നത്. നേരെ ഇങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ ഈ ഭാഗം മൊത്തം മഞ്ഞ് മൂടി കിടക്കുന്നൊരു കാഴ്ചയും കാണാം. നല്ല അടിപൊളി കാഴ്ചയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഇതാ ഈ ഒരു സ്ഥലത്തിരുന്ന് കാഴ്ച കാണുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇവിടെ കാഴ്ച കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നല്ല കാറ്റും തണുപ്പും, വൈകുന്നേരം ആയാലും ഇവിടെ പാട്ട് വെച്ചിട്ട് ആ ഒരു പാട്ടിൻ്റെ ഒരു വൈബും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയാണ്. ഇതാണ് ദേവസ്ഥാനത്തിന് മുമ്പിൽ നിന്നും താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച. ഞാൻ പറഞ്ഞ ആ പൂക്കളുടെ കാഴ്ചയില്ലേ, അത് നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നോക്കി നല്ല രസമാണ്. ഇങ്ങനെ ഞാനിതുവരെ കുറേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതന്നെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കാണാൻ. ഒരു ലോറിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ താഴെ കാണുന്ന റോട്ടിലെ കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വരും. ചെറിയൊരു പൊട്ട് പോലെ നമുക്കിപ്പോൾ കാണും. കണ്ടോ, നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൈയും കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലോറി പോലെ കാണുന്നുണ്ടല്ലേ. ഇങ്ങനെ വളവ് ഇങ്ങനെ കയറി വരും. നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മളെ കൈയും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് കോട മൊത്തമായിട്ട് ഇറങ്ങിപ്പോയി. മറ്റേ ഭാഗത്തു നിന്ന് ആ കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന താഴോട്ട് ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് താഴോട്ട്. ഈ ക്യാമറയിൽ അത്രത്തോളം വ്യക്തമായിട്ട് കാണൂല. നല്ല അടിപൊളിയായിട്ട് താഴോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. നല്ല താഴോട്ട് പോകുന്നുണ്ട്. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് താഴോട്ട്.
അപ്പോൾ എന്തായാലും മുത്തപ്പമലയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് വന്നതാണ് മുത്തപ്പമല ഈ ദേവസ്ഥാനത്തേക്ക്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.